നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിരോധ മേഖലയിൽ വീണ്ടും കരുത്തുകൂട്ടി ഇന്ത്യ സ്വാശ്രയ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ സായുധ സേനയ്ക്ക് 3 ചാരവിമാനങ്ങൾ ഉടൻ കിട്ടുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ചാരവിമാനങ്ങൾക്ക് ശത്രുക്കളുടെ ആശയവിനിമയങ്ങളും സിഗ്നലുകളും ഉൾപ്പെടെ തടയാനുള്ള ശേഷിയുണ്ട്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും വ്യോമസേനയും സംയുക്തമായാകും ചാരവിമാനങ്ങൾ നിർമ്മിക്കുക. ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഇതുകൂടാതെ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിനോടനുബന്ധിച്ച് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന നേത്ര-1 നിരീക്ഷണ വിമാനങ്ങൾ വികസിപ്പിക്കാനും വ്യോമസേന പദ്ധതിയിടുന്നുണ്ട്. ബ്രസീലിയൻ എംബ്രയർ വിമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകും നേത്ര-1. DRDO വികസിപ്പിച്ച 2 നേത്ര-1 വിമാനങ്ങൾ ഇതിനോടകം തന്നെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാകും 6 വിമാനം കൂടി വാങ്ങുന്നത്. 8000 കോടിയിലധികം രൂപയുടെ പദ്ധതിയാണിത്. അതേസമയം കരുത്തറിയിക്കാൻ ഇന്ത്യൻ വ്യോമസേന തയ്യാറെടുക്കുന്നു. രാജസ്ഥാനിലെ പൊഗ്രാനിൽ ഫെബ്രുവരി 17 ഏറ്റവും വലിയ യുദ്ധാഭ്യാസമായ വായുശക്തി 2024 നടത്തുമെന്ന് വ്യോമസേന വ്യക്തമാക്കി. 77 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 130 വിമാനങ്ങൾ പങ്കെടുക്കും. റഫാൽ, തേജസ്, സുഖോയ്, മിറാഷ്, ജാഗ്വാർ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്കൊപ്പം പ്രചണ്ഡ്, ധ്രുവ്, രുദ്ര ഹെലികോപ്റ്ററുകളും ഭാഗമാകുമെന്ന് IAF വൈസ് ചീഫ് എയർ മാർഷൽ AP സിംഗ് പറഞ്ഞു. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അഭ്യാസത്തിന്റെ 77 ഫൈറ്റർ ജെറ്റുകൾ, 41 ഹെലികോപ്റ്ററുകൾ, യുദ്ധവിമാനങ്ങൾ, ഉപരിതല മിസൈലുകൾ, ആളില്ലാ ചെറുവിമാനങ്ങൾ തുടങ്ങിയവ പങ്കെടുക്കും. അഭ്യാസ പ്രകടനത്തിന്റെ സമ്പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ ഫെബ്രുവരി 14 നടക്കും. 1954 മുതലാണ് വായുശക്തി അഭ്യാസം നടത്തിവരുന്നത്. വ്യോമസേനയുടെ കരുത്തറിയിക്കുന്ന വേദിയായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. റഫാൽ വിമാനങ്ങളും പ്രചണ്ഡ് ഹെലികോപ്റ്ററുകളും ആദ്യമായിട്ടാണ് ഈ ഇതിൽ പങ്കുചേരുന്നത്. ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്കും തിരിച്ചും എയർ ടു എയർ യുദ്ധോപകരണങ്ങളുടെ പ്രദർശനവും നടക്കും. മാത്രമല്ല, പ്രതിരോധ രംഗത്തെ മറ്റൊരു നീക്കം ഇതാണ്. ആളില്ലാ സായുധ ഡ്രോണുകൾ ഇന്ത്യക്ക് വിൽക്കാൻ US തയ്യാറായി നിൽക്കുകയാണ്. ഇതിനായി അംഗീകാരം നൽകിയതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവന ഇറക്കിയിരുന്നു. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ US സന്ദർശനത്തിലാണ് മെഗാ ഡ്രോൺ വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടത്. സമുദ്രമേഖലകളിലെ നിരീക്ഷണത്തിന് മുതൽക്കൂട്ടാകുന്നതാണ് ഈ ഇടപാട്. രാജ്യം നേരിടുന്ന ഭീഷണികളെ തകർക്കാൻ ശക്തി നൽകുന്നതാണ് ഡ്രോണുകളുടെ വരവ്. $3.99 ബില്യൺ MQ-9V റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റും അനുബന്ധ ഉപകരണങ്ങളും ഇന്ത്യ വാങ്ങുന്നത്. ഇടപാട് ഇന്ത്യ US നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുമെന്നും ഇൻഡോ പസഫിക് ദക്ഷിണേഷ്യ മേഖലയിലെ സാമ്പത്തിക പുരോഗതിക്ക് വഴി തുറക്കുകയും ചെയ്യും. ഇന്ത്യയുടെ സായുധ സേനയുടെ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കാനാണ് ഡ്രോണുകൾ വാങ്ങുന്നത്. ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളിൽ ഡ്രോണുകൾ വിന്യസിക്കുന്നതോടെ പ്രദേശം പൂർണ്ണമായും ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.